സ്ട്രക്ചർ ഓഫ് ആറ്റം അഥവാ ആറ്റത്തിന്റെ ഘടന. ആറ്റത്തിന്റെ ഘടന നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ആറ്റം എന്താണ് എന്നുള്ള കാര്യം പഠിക്കണം. അപ്പൊ ഇതിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ഡെമോക്രിറ്റസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഫിലോസഫറാണ്. ഡെമോക്രിറ്റസ് ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞത് ആറ്റം അൺകട്ടബിൾ ആയിട്ടുള്ള മാറ്റർ ആണെന്നാണ്. അൺകട്ടബിൾ ആയിട്ടുള്ള വസ്തു, അങ്ങനെയാണ് ഡെമോക്രിറ്റസ് പറഞ്ഞത്. അഥവാ നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്ന ഈ സ്ക്രീനിനെ ഞാൻ കട്ട് ചെയ്യാണ്. അതിലൊരു ഭാഗത്ത് ഞാൻ പിന്നെയും കട്ട് ചെയ്യാം. അങ്ങനെ അവസാനം കട്ട് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ആ ഒരു കാര്യത്തെയാണ് ഡെമോക്രിറ്റസ് ആറ്റം എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് ഒരിക്കലും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നില്ല. അപ്പോൾ ഇതിനെ കുറിച്ച് ആദ്യമായി സയന്റിഫിക് ആയിട്ട് പറഞ്ഞത് ഡാൾട്ടനായി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡാൾട്ടൻ അറ്റോമിക് തിയറി. ഡാൾട്ടൻ അറ്റോമിക് തിയറി 1808 ഡാൾട്ടന്റെ അറ്റോമിക് തിയറി. അതിൽ എന്താണ് ഡാൾട്ടൻ പറയുന്നത്? എല്ലാ മാറ്ററും, എല്ലാ വസ്തുവും ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഡാൾട്ടൻ പറയുന്നത്. ഡാൾട്ടന്റെ അറ്റോമിക് തിയറി എല്ലാ വസ്തുവും വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചെറിയ പാർട്ടിക്കിൾസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആറ്റം എന്ന് വിളിക്കുന്നത്. അതിനുശേഷം 19th സെഞ്ച്വറിയിൽ പല കെമിസ്റ്റും ആലോചിച്ച് തുടങ്ങി, അങ്ങനെയാണെങ്കിൽ പല മാറ്ററുകളുടെ ആറ്റത്തിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് ആലോചിച്ചു. പല മാറ്റത്തിന്റെ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആലോചിച്ചു. ആ സമയത്താണ് മൈക്കിൾ ഫാരഡേയുടെ പല എക്സ്പെരിമെന്റ്സും വരുന്നത്. മൈക്കിൾ ഫാരഡേ പല എക്സ്പെരിമെന്റും ചെയ്തു. അതിലൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു കാഥോഡ് റേ എക്സ്പെരിമെന്റ്. എന്താണ് കാഥോഡ് റേ എക്സ്പെരിമെന്റ്? മൈക്കിൾ ഫാരഡേ മെറ്റൽസിൽ കൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തിരുന്നു. അദ്ദേഹം ആലോചിച്ചു, ഗ്യാസിൽ കൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയോ എന്ന് ആലോചിച്ചു. ഗ്യാസിൽ കൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു. കാഥോഡ് റേ എക്സ്പെരിമെന്റ്. അപ്പോൾ ഗ്യാസിൽ കൂടെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് വേണം, അല്ലെ? നമ്മളെ വീട്ടിലേക്ക് കാണുന്ന പോലത്തെ ഒരു ട്യൂബ് വേണം, അല്ലെ? ഒരു ട്യൂബ് വേണം. അപ്പോൾ ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബില് മൈക്കിൾ ഫാരഡേ എന്ത് വെച്ചു? ഒരു മെറ്റൽ വെച്ചു. ഇവിടെ ഒരു മെറ്റൽ വെച്ചു. എന്നിട്ട് ആ മെറ്റലുകൾ തമ്മിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? നമ്മൾ കാഥോഡും ആനോഡും ഒക്കെ പഠിച്ച ആൾക്കാരാണ്. ഇവിടെ എന്താണ്? ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വെച്ചു, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ വെച്ചു. ഇങ്ങനെ ഇവിടെ എന്താവും? ഇത് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, അല്ലെ? ഇവിടെ എന്താണ്? ഇത് കാഥോഡാണ്, അല്ലെ? ഇത് കാഥോഡാണ്. ഇതെന്താണ്? ആനോഡാണ്. അങ്ങനെ ഇത് ഹൈ പൊട്ടൻഷ്യൽ വെച്ചു, 10,000 വോൾട്ടിൽ വെച്ചു, ഹൈ പൊട്ടൻഷ്യൽ വെച്ചു. ഇതെന്താക്കി? ഇവിടെ ലോ പ്രഷർ ആക്കി. ഇവിടെയുള്ള പ്രഷർ കുറച്ച്, ഗ്യാസിന് ട്യൂബിലുള്ള പ്രഷർ കുറച്ചു. അഥവാ ഇവിടെയുള്ള ഗ്യാസ് വാക്വം പമ്പ് ഉപയോഗിച്ച് ഇവിടുന്ന് ഗ്യാസ് കുറച്ച് മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ അവിടെ നോട്ടീസ് ചെയ്ത് എന്താണ്? ഇതിന് ചുറ്റും ഒരു ഗ്രീൻ കളർ ഉണ്ടാവുകയാണ്. ഇതിന് ചുറ്റും ഒരു ഗ്രീൻ കളർ ഉണ്ടാവും. ഗ്ലാസിന് ചുറ്റും ഒരു ഗ്രീൻ കളർ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രീൻ കളർ എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് സയന്റിസ്റ്റുകൾ ആലോചിച്ചു. ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ കാണുന്ന എന്തുമാത്രമാണ്? ഒരു ഗ്രീൻ കളർ മാത്രമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവര് ഇവിടെ കാണുന്ന നമ്മുടെ ഈ ആനോഡിനെ അവരെന്ത് ചെയ്തു? ഇവിടെ കുറച്ച് ഹോൾസ് ഇട്ടു. ഇവിടെ കുറച്ച് ഹോൾസ് ഇട്ടു. അപ്പോൾ എന്നിട്ട് അവരെന്ത് ചെയ്തു?
ഇവിടെ ഇതിന്റെ പിന്നിലായിട്ട് ഇവിടെ ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തു. സിങ്ക് സൾഫൈഡ് ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ മുകളിൽ ചാർജ് പാർട്ടിക്കിൾ തട്ടാണെങ്കിൽ അവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടാവും. അതാണ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടെ അവർ നോക്കുമ്പോൾ ഇവിടെ ഓരോരോ ഭാഗത്തും എന്തുണ്ടാവുന്നുണ്ട്? ഇവിടെ ഓരോ ഭാഗത്തും സ്പോട്ട് ഉണ്ടാവുന്നുണ്ട്. സ്പോട്ടിന് നേരായിട്ട് സ്പോട്ട് ഉണ്ടാവുന്നുണ്ട്. അതിൽ കൂടെ അവർക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ഉണ്ടാവുന്ന ഈ ഗ്രീൻ കളർ എവിടുന്നാണ് വരുന്നത്? കാഥോഡ് റേ എന്ന് പറഞ്ഞാൽ കാഥോഡിൽ നിന്നാണ് ഈ റേ ഉത്ഭവിക്കുന്നത്. അത് ആനോഡിന് നേരെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കി? ആദ്യം മനസ്സിലാക്കിയ എന്താണ്? കാഥോഡ് റേ എന്ന് പേര് വരാൻ കാരണം തന്നെ എന്താണ്? ഇത് കാഥോഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് അത് ആനോഡിലേക്കാണ് പോകുന്നത്. മാത്രമല്ല ഇതിന് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലേ? കാരണം ഫ്ലൂറസെന്റ് മെറ്റീരിയൽ സിങ്ക് സൾഫൈഡില് ചാർജ് പാർട്ടിക്കിൾ തട്ടുമ്പോഴാണ് അവിടെ ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടാവുക. അപ്പൊ ഇതിന് ചാർജ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി. അപ്പൊ പിന്നെ അവർക്ക് അറിയേണ്ടത് എന്താണ്? ഇതിന്റെ ചാർജ് ഏതാണ്, എന്ത് ചാർജാണ് എന്നുള്ളത് എന്ന് അവർക്ക് അറിയണം. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ഈ കാണുന്ന ഈ ഗ്ലാസിനുള്ളില് അവരെന്താക്കി? ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തു. ഇതിന് പിന്നിലായിട്ട് അവർ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തു. ഇവിടെയൊക്കെ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിരിക്കുകയാണ്. സിങ്ക് സൾഫൈഡ് ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആണ്. എന്നിട്ട് അവർ നോക്കുമ്പോൾ അവർ കാണുന്നത് എന്താണ്? അവർ കാണുന്നത് ഈ കാണുന്ന നമ്മുടെ ഈ കാഥോഡ് റേയുടെ പാർട്ടാണ്. ഇവിടുന്ന് കാഥോഡ് നേരെ പോകുന്നതായിട്ടാണ് അവർ കാണുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരൊരു മാഗ്നറ്റ് കൊണ്ടുവച്ചു. ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഇവരെന്താക്കി? അവര് ഒരു മാഗ്നറ്റ് കൊണ്ടുവെച്ചാണ് ഇവിടെ നോർത്ത് പോള് ഇവിടുന്ന് ഇതിന്റെ പിന്നിലാണ് സൗത്ത് പോൾ ഉള്ളത്. നമുക്ക് കാണുന്നില്ല സൗത്ത് പോൾ എവിടെയുള്ളത്. അങ്ങനെ അവർ വെച്ച് നോക്കുമ്പോൾ അവരെന്താ കാണുന്നത്? ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് കാഥോഡ് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ എന്താ? ഡീവിയേറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നത് അവർക്കറിയാം. അങ്ങനെ അവർക്ക് എന്ത് മനസ്സിലായി? ഇത് ഇവിടെ കാഥോഡ് റേയിൽ എന്താണുള്ളത്? നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ് കാഥോഡ് റേയിൽ ഉള്ളതെന്ന് മനസ്സിലായി. നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണുള്ളതെന്ന് കാഥോഡ് റേയിൽ ഉള്ളതെന്ന് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി. അങ്ങനെ അവർക്ക് മനസ്സിലായ ശേഷം അവരെന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഒരു ഗ്യാസിലുള്ളത് ഇവിടെയുള്ള പല ഗ്യാസും മാറ്റി. ഇവിടെയുള്ള ഒരു ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് മാറ്റിയിട്ട് വേറൊരു ഗ്യാസ്. അപ്പോഴെന്താ സംഭവിക്കുന്നത് നോക്കും. അപ്പോഴും ഇതേപോലെയാണ് സംഭവിക്കുന്നത്, ഒരു മാറ്റവുമില്ല. അങ്ങനെ അവരെന്താക്കി? അവർക്ക് മനസ്സിലായി ഏത് ഗ്യാസ് ആണെങ്കിലും ഇവിടെ ഇവിടെയുള്ള പാർട്ടിക്കിൾസ് മാറുന്നില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഈ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിനെ അവർ വിളിച്ച പേരാണ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? കാഥോഡ് റേയിൽ എന്താണുള്ളത്? ഇലക്ട്രോൺസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഈ ഇലക്ട്രോണിന്റെ അഥവാ ഈ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആയ ഈ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണെന്ന് അറിയണം അല്ലേ? നമുക്ക് നെഗറ്റീവ് ചാർജ് ആണെന്ന് അറിയാം, പക്ഷേ നെഗറ്റീവ് ചാർജിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയില്ല. അതേപോലെ ഈ പാർട്ടിക്കിളിന്റെ ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് നമുക്കറിയില്ല. അത് നമ്മളോട് ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നത് ജെ തോംസൺ ആണ്. അപ്പൊ ജെ തോംസൺ എന്ത് ചെയ്തു? ഈ എക്സ്പെരിമെന്റിൽ കുറച്ച് മാറ്റം വരുത്തി. അപ്പോൾ ജെ തോംസണിന്റെ ആ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ജെ തോംസൺ എന്താണ് ചെയ്തത്? ജെ തോംസൺ എന്ത് ചെയ്തു? ഇവിടുന്ന് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് വരുന്ന കാഥോഡ് റേയുടെ ഇവിടെ ആനോഡിന്റെ അവിടെ ഒരു ഹോൾ ഇട്ടു. എന്നിട്ട് ആനോഡിലായി കൂടെ കടത്തി വിട്ടു. എന്നിട്ട് അതിന് ചുറ്റും അല്ലേ ഒരു നോർത്തും സൗത്ത് പോളും മാഗ്നറ്റ് വെച്ചു. അതേപോലെ പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് പൊട്ടൻഷ്യലുമായിട്ടുള്ള
രണ്ട് ഇലക്ട്രിക് പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഉണ്ടാവും അല്ലെ, നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് മുകളിൽ നിന്നും താഴോട്ട് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വെച്ചപ്പോൾ ജെ തോംസൺ എന്ത് ചെയ്തു, ഈ ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എങ്കിൽ എന്താണ്, ഇവിടെ എയിലേക്കായിരിക്കും കാഥോഡ് റേ പോകും, എയിലേക്കായിരിക്കും കാഥോഡ് റേ പോകും. ഇനി ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് മാറ്റി മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സിയിലേക്കാണ് കാഥോഡ് റേ പോകുന്നത്, സിയിലേക്കാണ് പോകുന്നത്. ഇനി ഇത് രണ്ടും, ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്തു, എന്നിട്ട് അതിന്റെ ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇന്റൻസിറ്റി മാറ്റിയാൽ നമുക്ക് ഡിയിലെത്തും ഇല്ലേ, നേരെ ഡിയിലെത്തും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇല്ല എങ്കിൽ എവിടെയാണ് എത്തുക, അതേപോലെ ഡിയിലെത്തും. അങ്ങനെ ഈ എക്സ്പെരിമെന്റ് വഴി ജെ തോംസൺ ഇലക്ട്രോൺസിന്റെ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്തി, ചാർജ് ടു മാസ് റേഷ്യോ അല്ലെ, ചാർജ് ഡിവൈഡഡ് ബൈ മാസ് റേഷ്യോ കണ്ടെത്തി. എന്താണ് ജെ തോംസൺ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്തിയത്? 1.75 multiplied by 10 raised to 11 coulomb kilogram inverse എന്നാണ് ജെ തോംസൺ കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്തി. പക്ഷെ നമുക്ക് ചാർജ് അറിയില്ല, നമുക്ക് മാസും അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് കണ്ടെത്തണം? ചാർജും കണ്ടെത്തണം, മില്ലിക്കൻസിന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി, മില്ലിക്കന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി ചെയ്തിട്ട് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തി. മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അപ്പൊ എത്രയാണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് മില്ലിക്കൻ കണ്ടെത്തിയത്? ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് മില്ലിക്കൻ കണ്ടെത്തിയത്? -1 അല്ലെ, നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് -1.6 multiplied by 10⁻⁻19 കൂളൂം എന്നാണ് മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് ചാർജ് ടു മാസ് റേഷ്യോ അറിയാം അല്ലെ, ജെ തോംസൺ പറഞ്ഞിട്ടുണ്ട് ചാർജ് ടു മാസ് റേഷ്യോ എത്രയാണ്? 1.75 multiplied by 10⁻11 കൂളോംബ് കിലോഗ്രാം ഇൻവേഴ്സ് എന്നാണ് ജെ തോംസൺ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ചാർജും അറിയാം, നമുക്ക് ചാർജ് ടു മാസും അറിയാം. ഇതുവഴി നമുക്ക് എന്ത് കണ്ടെത്താം? മാസ് കണ്ടെത്താം. അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്നാണ് കണ്ടെത്തിയത്? 9.1 multiplied by 10⁻⁻31 കിലോഗ്രാം എന്നാണ് കണ്ടെത്തിയത് ഇലക്ട്രോണിന്റെ മാസ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജും കിട്ടി, ഇലക്ട്രോണിന്റെ മാസും കിട്ടി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എക്സ്പെരിമെന്റിനെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമ്മൾ വേറൊരു റേ കാണാം. ആ റേയുടെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ നമ്മൾ വേറൊരു റേ കണ്ടെത്തി. ആ റേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കനാൽ റേസ് എന്ന് പറയുന്നത്. കനാൽ റേസ്. അപ്പൊ കനാൽ റേസും കാഥോഡ് റേസും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാഥോഡ് റേസ് നമുക്കറിയാം. കാഥോഡ് റേസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇലക്ട്രോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. കനാൽ റേസ് ഉണ്ടാക്കിയിരിക്കുന്നത് പോസിറ്റീവ് ഗ്യാഷ്യസ് അയോൺസ് കൊണ്ടാണ്. അഥവാ ആ ട്യൂബിൽ ഉണ്ടായിരിക്കുന്ന ആ ഗ്യാസ് ഏതാണോ ആ ഗ്യാസിന്റെ അയോൺസ് ആണ് കനാൽ റേസിൽ മൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താണ്? പോസിറ്റീവ് ഗ്യാഷ്യസ് അയോൺസ് ആണ്. മാത്രവുമല്ല ഇവിടെ ഉണ്ടാവുന്ന ചാർജ് ടു മാസ് ഡിപ്പെൻഡന്റ് ഓൺ ഗ്യാസ് ആണ് അല്ലെ, ഡിപ്പെൻഡ്സ് ഓൺ ഗ്യാസ് ആണ്. ഇവിടെ കനാൽ റേസിന്റെ ചാർജ് ടു മാസ് റേഷ്യോ ഏത് ഗ്യാസ് ആണോ ആ ട്യൂബിൽ ഉപയോഗിക്കുന്നത് അതിനെ ഡിപ്പെൻഡന്റ് ആയിരിക്കും. പക്ഷെ കാഥോഡ് റേസിൽ അങ്ങനെയല്ല അല്ലെ, ഏത് ഗ്യാസ് ആയിക്കോട്ടെ നമുക്കറിയാം ചാർജ് ടു മാസ്
ഇൻഡിപെൻഡന്റ് ഓൺ ഗ്യാസ് ആണ് അല്ലേ? ഇൻഡിപെൻഡന്റ് ആണ് ഇവിടെ ചാർജ് ടു മാസ് റേഷ്യോ ഇൻഡിപെൻഡന്റ് ഓൺ ഗ്യാസ് അല്ലേ? പിന്നെ നമുക്ക് എന്താ അറിയാം, ഇവിടെ കനാൽ റേസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കാഥോഡ് റേ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും കാഥോഡ് റേസിന്റെ ബിഹേവിയറിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കനാൽ റേസ് ബിഹേവ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ കനാൽ റേസിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മാസ് കുറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാഷ്യസ് അയോൺ ആരതായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും അല്ലെ? ഹൈഡ്രജന്റെ പോസിറ്റീവ് ഗ്യാഷ്യസ് അയോൺ ആയിരിക്കും ഏറ്റവും മാസും കുറഞ്ഞതും ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള അഥവാ മാസ് കുറഞ്ഞതും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളതും ഹൈഡ്രജന്റെ പോസിറ്റീവ് ഗ്യാഷ്യസ് അയോൺസ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. പ്രോട്ടോൺസ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രോൺ കിട്ടി, പ്രോട്ടോൺ കിട്ടി. ഇനി ഇത് രണ്ടും സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇത് രണ്ടും സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പൊ ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇനി ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എല്ലാം ചാർജ് ആൻഡ് മാസ് നമുക്ക് നോക്കാം. നമുക്കറിയാമെന്ത് ഇലക്ട്രോൺ എന്നല്ല ഇവിടെ ഇലക്ട്രോൺ ഇ എന്ന് പറയാണ്, പ്രോട്ടോൺ പി, ന്യൂട്രോൺ എന്ന്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? -1.6 മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻19 കൂളോം. പ്രോട്ടോണിന്റെ എത്രയാണ്? +1.6 മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻19 കൂളോം. ന്യൂട്രോണ് ചാർജ് ഇല്ല അല്ലെ? ന്യൂട്രോണ് ചാർജ് ഇല്ല. ഇനി ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? 9.1 മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻31 കിലോഗ്രാം. അതേപോലെ പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? 1.6 മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻27 കിലോഗ്രാം. ഈ ന്യൂട്രോണിന്റെ മാസ് എത്രയാണ്? സെയിം ആണ്, 1.6 മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻27 കിലോഗ്രാം. അപ്പൊ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത വീഡിയോ മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റോമിക് മോഡൽസ് ആണ്. അഥവാ ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ എവിടെയാണ് എന്നുള്ളത് പല സയൻസുകളും ആലോചിച്ച് കണ്ടെത്തിയ പല അറ്റോമിക് മോഡൽസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ മുതൽ പഠിക്കാൻ പോകുന്നത്.